നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കുമ്പളങ്ങ ചേർക്കാത്ത കുമ്പളങ്ങ കറി. നല്ല രുചിയിൽ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ്, വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ആദ്യമേ വേണ്ടത് 3/4 കപ്പ് പരിപ്പാണ്. ഞാനിങ്ങനത്തെ ചുമന്ന ലെൻറ്റിൽസിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുമ്പളങ്ങയ്ക്ക് പകരം 1 കപ്പ് തണ്ണിമത്തൻ്റെ പുറത്തെ തോല് കളഞ്ഞ് എടുത്തതാണ്. 2 പച്ചമുളക്, 1/4 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അരപ്പിനായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ, വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം. 3 വിസിൽ കഴിഞ്ഞ് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നല്ലതായിട്ട് ഈ പരിപ്പും തണ്ണിമത്തൻ്റെ തോലും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. വീഡിയോയിൽ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ബാക്കി പരിപ്പും കൂടെ ഈ ചട്ടിയിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന തേങ്ങ അരച്ചത്, നന്നായിട്ട് മഷി പോലെ അരച്ചതാണ്, അതിതിലേക്ക് ചേർക്കുക. എന്നിട്ട് സ്റ്റൗവേ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തേങ്ങ ചേർക്കുന്ന കറികൾ ഒരിക്കലും തിളയ്ക്കാനായിട്ട് ഇടയാകരുത്. ആ തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ആകുമ്പോഴത്തേക്ക് ഇത് സ്റ്റൗവ് ഓഫ് ചെയ്യണം. നമ്മൾ ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൽ തന്നെ ഇരുന്ന് ബാക്കിയും കൂടെ നന്നായിട്ട് വെന്തോളും. ഇവിടെ നമ്മുടെ കറി നല്ല രുചിയേറിയ, നല്ല കട്ടി ചാറുള്ള, ചോറിന് കൂട്ടാനൊരു നല്ല സൈഡ് ഡിഷാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനാണ്. കടുക് വറുത്ത്, കടുക്, കറിവേപ്പില, ഉള്ളി, ഉണക്കമുളക് ഇതെല്ലാം കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.